21-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ രക്തസാക്ഷി. നീണ്ട 2 ദശാബ്ദക്കാലം ഇറാഖ് റിപ്പബ്ലിക്കിന്റെ പരമാധികാരിയായിരുന്ന രാഷ്ട്രത്തലവൻ. സാമ്രാജ്യത്വ ഭീകരതകൾക്കെതിരെ തൊടുത്തുവിടപ്പെട്ട എക്കാലത്തെയും മികച്ച പോരാളി. നോക്കാം, അമേരിക്കയെ പോലും വിറപ്പിച്ച ധീരനായ വിപ്ലവകാരി സദ്ദാം ഹുസൈൻ. ബൗദ്ധയൻ സ്പീക്സ്. കഥകളിൽ മാത്രം നമുക്ക് പരിചിതമായ ടൈഗ്രീസ് എന്ന നദിയുടെ തീരത്ത് ഏറ്റവും മോശമായ പരിതസ്ഥിതിയിലായിരുന്നു ആ മനുഷ്യൻ പിറന്നു വീണത്. കഷ്ടതകളും യാതനകളും ഒട്ടേറെ നേരിടേണ്ടി വന്ന കുട്ടിക്കാലത്ത് നിന്നും അനുഭവങ്ങളുടെ ഒരു മഹാസമുദ്രം തന്നെ നേടിയാണ് അദ്ദേഹം ഇറാഖിന്റെ കലുഷിതമായ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. മക്കൾ രാഷ്ട്രീയവും വിലപേശൽ തന്ത്രങ്ങളും മാത്രം കണ്ടു ശീലിച്ച ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്ഥിതിയായിരുന്നില്ല ഇറാഖിലെ അറബ് രാഷ്ട്രീയത്തിൻ്റേത്. വിപ്ലവ ശ്രമങ്ങളെ തുടർന്ന് വെളിച്ചം പോലും കടക്കാൻ ഭയക്കുന്ന ഇരുമ്പ് കമ്പികളാൽ മറയ്ക്കപ്പെട്ട ഇരുട്ടറകളെയാണ് അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടി വന്നത്. പക്ഷേ അന്ന് ആ ഇരുട്ടുമുറികൾക്കുള്ളിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആ 6 അടി 2 ഇഞ്ചുകാരൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തക്ക ശേഷിയൊന്നും എതിരാളികൾക്ക് കണ്ടെത്താനായതേയില്ല. അക്കാലത്ത് അമേരിക്കൻ ചാരസംഘടനയായ CIA കൂടി പിന്തുണയോടെയാണ് ഇറാഖിൽ അട്ടിമറി ശ്രമങ്ങൾ സദ്ദാമും കൂട്ടരും നടത്തിയിരുന്നത്. അങ്ങനെ വീരേതിഹാസങ്ങൾ രചിച്ച ഇറാഖിന്റെ വിപ്ലവ ഭൂമിക ആ മനുഷ്യന് മുന്നിൽ തന്റെ കിരീടവും ചെങ്കോലും അടിയറ വയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത്. വെറുമൊരു 2 മുറി വീടിന്റെ അടുക്കളപ്പുറത്തു നിന്നും മഹത്തായ ഇറാഖ് റവല്യൂഷണറി കമാൻഡ് കൗൺസിലിന്റെ തലവനായും ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും അദ്ദേഹം മാറി. മാർഷൽ സദ്ദാം ഹുസൈൻ അബ്ദുൾ മജീദ് അൽ തിക്രിത്തി. അറബിക്കഥകളുടെ സ്വന്തം ബാഗ്ദാദിന്റെ രാജവീഥികളിലൂടെ സോഷ്യലിസ്റ്റ് ആദർശങ്ങളുമായി നടന്നു നീങ്ങിയ സദ്ദാമിന്റെ ഓരോ കാലൊച്ചകൾ പോലും അമേരിക്കൻ ബ്രിട്ടീഷ് സാമ്രാജ്യങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്നതായിരുന്നു. സോവിയറ്റ് യൂണിയനുമായുള്ള അദ്ദേഹത്തിന്റെ ബാന്ധവവും സാമ്രാജ്യത്വ ചേരിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. ആഗോള ജനസംഖ്യയുടെ 1/3 ഭാഗവും സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നിരുന്ന ആ കാലഘട്ടം അമേരിക്ക ഉൾപ്പെടെയുള്ള അധിനിവേശ ശക്തികൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ആദ്യകാലത്ത് അമേരിക്കയ്ക്ക് പ്രിയങ്കരനായിരുന്ന സദ്ദാം ഹുസൈൻ ഒടുവിൽ അവർക്ക് ക്രമേണ അപ്രിയനായി മാറുകയും ചെയ്തു. 70കളിലെ എണ്ണ പ്രതിസന്ധി ലോകമൊട്ടാകെ നേരിട്ടപ്പോൾ ആഗോള രാഷ്ട്രങ്ങൾക്ക് തന്നെ അത്താണിയായി മാറുകയായിരുന്നു ഇറാഖും അതിൻ്റെ പരമോന്നത നേതാവായ സദ്ദാം ഹുസൈനും. അങ്ങനെ ഒരു വൻ ശക്തിയായി തന്നെ ഇറാഖിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിനായി. ഇറാഖിലെ പൊന്നു വിളയുന്ന ആ എണ്ണപ്പാടങ്ങൾ തന്നെയായിരുന്നു അമേരിക്കയുടെയും അതിൻ്റെ ഐക്യശക്തികളുടെയും ലക്ഷ്യം. ഇറാഖിന്റെ ഏകീകരണമാണ് തന്റെ ലക്ഷ്യമെന്ന് ആദ്യം തന്നെ സദ്ദാം പ്രഖ്യാപിച്ചിരുന്നു. തന്റെ രാജ്യത്തിന്റെ ചുറ്റും തമ്പടിച്ചിരുന്നത് സാമ്രാജ്യത്വം അധികാരം കൈയാളുന്ന പാവ സർക്കാരുകളാണെന്ന പൂർണ്ണ ബോധ്യത്തോടെയായിരുന്നു സദ്ദാമിന്റെ ആ വിശ്വവിഖ്യാതമായ പ്രഖ്യാപനം. പിന്നീട് 80കളിലെ ഇറാനുമായുള്ള യുദ്ധവും 90കളിലെ ഗൾഫ് യുദ്ധവുമെല്ലാം സദ്ദാം ഹുസൈന്റെ കീഴിൽ ഇറാഖ് ശക്തമായി തന്നെ നേരിട്ടു. പക്ഷേ ഒട്ടേറെ സാധാരണക്കാർക്ക് ബലിയാടുകളായി മാറേണ്ടി വന്ന നാളുകളായിരുന്നു അത്. ദശലക്ഷക്കണക്കിന് ആളുകൾ എരിതയിൽ വെന്തുമരിക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് ആ യുദ്ധങ്ങളിൽ ലോകം കണ്ടത്. കടുത്ത സാമ്പത്തിക ബാധ്യതകളും ഈ യുദ്ധങ്ങൾ ഇറാഖിന് വരുത്തിവെച്ചു. ഇതിനേക്കാളെല്ലാം ഉപരിയായി കുവൈറ്റ് ഇറാഖിന്റെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിച്ച് കുവൈറ്റിനെതിരെ നടത്തിയ ആക്രമണത്തിലായിരുന്നു സദ്ദാമിന് ഏറ്റവും അധികം തകർച്ചകൾ നേരിടേണ്ടി വന്നത്. ഒരവസരം കാത്തുനിന്നിരുന്ന അമേരിക്ക ഒടുവിൽ ഇതിന്റെ പേരിൽ വികസനത്തിന്റെ നെറുകിൽ നിന്നിരുന്ന ബാഗ്ദാദ് നഗരത്തിന് മുകളിൽ പോലും ബോംബുകൾ വർഷിച്ചു. കടുത്ത നാശനഷ്ടങ്ങൾ ഇറാഖിന് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇസ്രായേലിനെതിരെ ശബ്ദിക്കാൻ ശേഷിയുള്ള ഒരു അറബ് രാഷ്ട്രത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും സാമ്രാജ്യത്വത്തിന് സാധിക്കുമായിരുന്നില്ല. ഇന്ത്യയെയും ഏറ്റവും അധികം പിന്തുണച്ച ഒരാളായിരുന്നു സദ്ദാം ഹുസൈൻ. ഇസ്ലാം മത രാഷ്ട്രമായിട്ട് പോലും പാകിസ്ഥാനെ ഒരവസരത്തിലും പിന്തുണയ്ക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇതിനിടയിൽ തന്റെ അവസാന കാലയളവിൽ ഒരു ഏകാധിപതിയുടെ ലാഞ്ചനകൾ സദ്ദാമിലും പ്രതിധ്വനിച്ചിരുന്നു. ഇറാഖിന്റെ തെക്കൻ മേഖലയിലെ ഷിയാകളും മധ്യഭാഗത്തെ സുന്നികളും വടക്കൻ മേഖലയിലെ കുർദുകളുമെല്ലാം പല ഘട്ടങ്ങളിലും സദ്ദാമിന്റെ തേരോട്ടത്തിന് വിലങ്ങുതടിയായി മാറിയിരുന്നു. അതുകൊണ്ട് വളരെ ക്രൂരമായ മർദ്ദനമുറകൾ തന്നെ പുറത്തെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനായി മാറി. തനിക്കെതിരെ വാളെടുക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളായി കണ്ടു തന്നെ അദ്ദേഹം നേരിട്ടു. വിഷവാതകം പോലും സ്വന്തം രാജ്യത്തിലെ തന്റെ എതിരാളികൾക്കെതിരായി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും പ്രത്യക്ഷത്തിൽ സദ്ദാമിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആരും അക്കാലത്ത് ധൈര്യപ്പെട്ടിരുന്നില്ല എന്നത് വാസ്തവം തന്നെയാണ്. പട്ടിണിയും ദാരിദ്ര്യവും തുടർച്ചയായി വേട്ടയാടിയിരുന്ന ഇറാഖിന്റെ മണ്ണിനെ ഉഴുതുമറിച്ച് ആഗോളതലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശക്തിയായി മാറ്റിയ വീരന്റെ പരിവേഷത്തിൽ നിന്നും വിവാദ പുരുഷനായി സദ്ദാം ഹുസൈനെ മാറ്റുവാൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് വീണുകിട്ടിയ ഒരവസരം തന്നെയായിരുന്നു അത്.
സോഷ്യലിസത്തിനെതിരായ കുപ്രചാരണങ്ങൾക്കൊപ്പം സദ്ദാമിൻ്റെ ഇറാഖിനെതിരെയും അമേരിക്കൻ അധിനിവേശ ശക്തികൾ പ്രചാരണം ആരംഭിച്ചു. ഇസ്ലാം മത വിശ്വാസിയായിട്ടും മതേതര ഭരണം നടത്തിയിരുന്ന സദ്ദാമിനെ മത തീവ്രവാദത്തിൻ്റെ വക്താവാക്കാൻ വരെയുള്ള ശ്രമങ്ങൾ അവർ നടത്തി. സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ആഗോള സോഷ്യലിസ്റ്റ് ചേരി ഒന്നടങ്കം പ്രതിസന്ധിയുടെ നിഴലിൽ നിന്നപ്പോൾ ഒറ്റപ്പെടലിൻ്റെ ദുർഗന്ധം സദ്ദാമിനും അനുഭവപ്പെട്ടു. സദ്ദാമിൻ്റെ ഇറാഖിനെ കാൽച്ചുവട്ടിലാക്കാൻ പറ്റാവുന്ന എല്ലാ ശ്രമങ്ങളും അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നു. ഇറാഖിൽ സദ്ദാമിനോട് എതിർപ്പുള്ളവരെയെല്ലാം വിലയ്ക്ക് വാങ്ങി അവർക്ക് അംഗബലവും ആയുധബലവും നൽകി പ്രതിവിപ്ലവ ശ്രമങ്ങൾക്ക് അമേരിക്ക മൂർച്ച കൂട്ടി. നേർക്കുനേർ ഏറ്റുമുട്ടി സദ്ദാം ഹുസൈനെ തോൽപ്പിക്കാൻ ലോക പോലീസ് ചമയുന്ന അമേരിക്കയും ഭയന്നിരുന്നു. കുർദുകളും ഷിയാകളും സദ്ദാമിൻ്റെ കീഴിൽ നേരിട്ട ക്രൂരമർദ്ദനങ്ങളെ മുതലെടുക്കാൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് സാധിച്ചു. മാനവരാശിക്ക് തന്നെ ഭീഷണിയായ ഒട്ടനേകം ആയുധ ശേഖരങ്ങൾ ഇറാഖിലുണ്ട് എന്നും അമേരിക്ക പ്രചാരണം ആരംഭിച്ചു. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ന്യൂനപക്ഷമായി മാറിയ ഐക്യരാഷ്ട്രസഭ അമേരിക്കൻ പ്രചാരണങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നിലയിലായി. അങ്ങനെ ഒടുവിൽ UN ഇറാഖിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക വരെ ചെയ്തു. ശത്രുവിനെ കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന സാമ്രാജ്യത്വ ഭീകരത മറന്നേക്ക് പുറത്തുവരികയായിരുന്നു അവിടെ. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇറാഖ് ഒറ്റപ്പെട്ടു. ആഭ്യന്തര കലാപങ്ങളും രാജ്യാന്തര ഉപരോധങ്ങളുമെല്ലാം സദ്ദാമിനെയും തളർത്തി. ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇറാഖിനെതിരെ യുദ്ധവും പ്രഖ്യാപിച്ചു. 2003 ഇറാഖിൻ്റെ ഭരണം അവർ ഏറ്റെടുത്തു. ഇറാഖിൻ്റെ മുക്കും മൂലയും വരെ അവർ തച്ചുടച്ചു. അങ്ങനെ ഇറാഖിന് സ്വാതന്ത്ര്യം നൽകാനെന്ന വ്യാജേന അവിടുത്തെ അവസാനത്തെ എണ്ണപ്പാടവും കൈക്കലാക്കുക എന്ന തന്ത്രം അവർ നടപ്പിലാക്കി. സദ്ദാമിനെ മാസങ്ങളോളം പുറത്തറിയാതെ തടവിലാക്കി അമേരിക്ക പീഡിപ്പിച്ചു. ഒരു പാവ സർക്കാരിനെ സൃഷ്ടിക്കുകയും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു താൽക്കാലിക കോടതി സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് അമേരിക്ക സദ്ദാമിനെതിരായ തങ്ങളുടെ അവസാന നീക്കങ്ങൾ നടത്തി. ആ കോടതിയാവട്ടെ വലിയ വിചാരണകളോ നടപടികളോ ഒന്നുമില്ലാതെ തന്നെ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇക്കാലം അത്രയും അമേരിക്കൻ സാമ്രാജ്യത്വം ചെയ്ത അത്രയും മനുഷ്യത്വരഹിതമായ വൈകൃതങ്ങൾ മറ്റൊരു രാഷ്ട്രവും ഈ ലോകത്ത് ചെയ്തിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെയാണ് ഇത് സംഭവിക്കുന്നത്. വിചാരണാവേളയിൽ കൊല്ലപ്പെടുന്നതിൽ എനിക്ക് ഭയമില്ല, എനിക്ക് ദുഃഖം, ഞാൻ കയ്യൊപ്പ് ചാർത്തിയ ഇറാഖിൻ്റെ മഹത്തായ ഭരണഘടനയെയാണ് നിങ്ങൾ അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ വെച്ചത് എന്നോർത്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശേഷം നീണ്ട 74 കൊല്ലക്കാലം ഇറാഖിൻ്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈനെ അമേരിക്കയുടെ സൈനിക ഭരണത്തിന് കീഴിൽ 2006 ഡിസംബർ 30 ശനിയാഴ്ച രാവിലെ തൂക്കിലേറ്റിയ വാർത്ത ലോകം കേട്ടു. അന്ന് മുഖം മൂടുവാൻ സമ്മതിക്കാതെ കഴുത്തിൽ കൊലക്കയർ മുറുകുമ്പോഴും നിർവികാരതയോടെ നിന്ന സദ്ദാമിൻ്റെ ചങ്കുറപ്പാണ് പിൽക്കാലത്ത് ഒട്ടനേകം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ സാധാരണക്കാർക്ക് കരുത്തു പകർന്നത്. പക്ഷേ അതോടെയെല്ലാം അവസാനിച്ചു എന്ന് കരുതിയ അമേരിക്കൻ അധിനിവേശ ശക്തികൾക്ക് വീണ്ടും പിഴച്ചു. സദ്ദാമിനെതിരെ അവർ ആയുധം നൽകി വാർത്തെടുത്ത യുവത ഇന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പരിണാമ രൂപത്തിൽ അമേരിക്കയെ തന്നെ ചുട്ടരിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ഇന്നും തങ്ങൾക്ക് കീഴ്പ്പെടാത്തവരെയെല്ലാം ഒറ്റപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ഭീകരതകൾക്ക് മുന്നിൽ മഹാമേരുവിനെ പോലെ സദ്ദാം ഹുസൈൻ മുതൽ ഖാസിം സുലൈമാനി വരെയുള്ള ധീരരക്തസാക്ഷികൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓരോ വിപ്ലവകാരികളുടെയും ഇടനെഞ്ചിലെ നിശ്വാസമായി തന്നെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.